വെനിസ്വേലയുടെ അഭിമാനമായ മഡ്യൂറോയെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ഒരു അട്ടിമറിയിലൂടെ, ഭീകരമായ ജനാധിപത്യ കശാപ്പിലൂടെ അമേരിക്ക വേട്ടയാടിയിരിക്കുക. അമേരിക്കയുടെ വേട്ടയാടൽ ഇതാദ്യമല്ല. നിരവധി രാജ്യങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ അധിനിവേശത്തിന്റെ തുടർച്ചയാണ് ഇന്ന് വെനിസ്വേലയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂബയ്ക്കെതിരായി ആക്രമണം നടത്തിയ, വെനിസ്വേലയ്ക്കെതിരെ ആക്രമണം നടത്തുന്ന, സിറിയയിലെ സംഘർഷങ്ങൾക്ക് കാരണമായ, ലിബിയയെ നിരന്തരം സംഘർഷ ഭൂമി ആക്കിക്കൊണ്ടിരിക്കുന്ന, പലസ്തീനിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അഫ്ഗാനിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയ, ഇറാഖിന്റെ അഭിമാനമായ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയ സാമ്രാജ്യത്വ പദ്ധതിയുടെ തുടർച്ചയിലാണ് ഇന്ന് വെനിസ്വേലയിൽ ജനാധിപത്യ കശാപ്പ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ലോക പോരാളികൾക്ക് ആവേശമായ മഹാനായ ചെഗുവേര എഴുതിയ ഫിഡലിന് ഒരു ഗീതം എന്ന കവിത ഓർമ്മിക്കുകയാണ്. എന്താണ് വെനിസ്വേലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സംക്ഷിപ്തമായ വാക്കുകളാൽ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. വലിയ തോതിൽ എണ്ണ ഉൽപാദനം നടത്തുന്ന, വിപണനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ രാജ്യങ്ങളിലൊന്നാണ് വെനിസ്വേല. അവിടെ കടന്നു കയറി എണ്ണക്കൊള്ള നടത്താൻ അമേരിക്ക നടത്തുന്ന ഹീനമായ ശ്രമമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിനോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇങ്ങോട്ടേക്ക് നമ്മുടെ പ്രതിഷേധ പ്രകടനം വരുമ്പോൾ ഡിവൈഎഫ്ഐയുടെ വഞ്ചിയൂർ ബ്ലോക്ക് ട്രഷറർ സഖാവ് ദിനീത് വിളിച്ചൊരു മുദ്രാവാക്യം ട്രംപ് തെമ്മാടികളുടെ രാജാവ് എന്ന. രാജാവ് എന്ന പദം വലിയ വിശേഷണമാണെന്ന് ട്രംപ് കരുതണ്ട. തെമ്മാടികളുടെ രാജാവ് എന്ന വിശേഷണമാണ് നിങ്ങൾ അർഹിക്കുന്നത്. എങ്ങനെയാണ് ലോകം ഇത്ര ഗുരുതരമായ, ഇത്ര ക്രൂരമായ, ഇത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്? ഇസ്രായേലും അമേരിക്കയും ലോക സാമ്രാജ്യത്വവും മാനവരാശിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനമായ രാഷ്ട്രമേധാവിയെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ അറസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം കൊടുത്തത്? അമേരിക്കയിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ട്രംപ്, ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ അമേരിക്ക അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം യുദ്ധക്കുറ്റവാളിയെന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ തവണ വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യം അമേരിക്കയായിരിക്കും. ഇപ്പോൾ ലോക പോലീസ് ചമയുകയാണ് അമേരിക്ക. ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു കയറി ഏതെങ്കിലും ഒരു വിദേശ ശക്തി ഇങ്ങനെ പെരുമാറിയാൽ ഞങ്ങൾക്ക് എത്ര വേദനിക്കുമോ, ഞങ്ങളിൽ എത്ര രോഷമുണ്ടാകുമോ, ഞങ്ങളിൽ എത്ര തീവ്രത ഞങ്ങളുടെ പ്രതിഷേധങ്ങളിൽ ഉണ്ടാകുമോ, അത്രയും പ്രതിഷേധം വെനിസ്വേലയുടെ അഭിമാനമായ രാഷ്ട്രനാഥനെ, രാഷ്ട്രനായകനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഏതൊരു രാഷ്ട്രത്തെയും, ഏതൊരു പരമാധികാര രാഷ്ട്രത്തെയും നുള്ളി നോവിക്കാനുള്ള അധികാരം മിസ്റ്റർ ട്രംപ് നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഞങ്ങൾ കാണുകയുണ്ടായി. കുറെ കൂടി ശക്തമായി ഈ പ്രശ്നത്തെ അപലപിക്കാൻ, വെനിസ്വേലൻ ജനതയോടൊപ്പമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കാൻ, മഡ്യൂറോയെ അടിയന്തരമായി വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും തയ്യാറാകണം. എല്ലാ കാലത്തും ഇന്ത്യയുമായി, ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുമായി, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളുമായി, ഇന്ത്യൻ ജനതയുമായി
ഹൃദയബന്ധമുള്ള ഒരു രാജ്യമാണ് വെനിസ്വല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കുറ്റവാളി ട്രംപ് നിങ്ങളാ, ഒരു സംശയവും വേണ്ട. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ഭീകരമായ ആക്രമണത്തിന് ഒരിക്കൽ അമേരിക്ക വിചാരണ ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. സിറിയയെ സംഘർഷ ഭൂമിയാക്കിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. ലിബിയയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. വിയറ്റ്നാമിലേക്ക് അധിനിവേശം നടത്തിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. പാലസ്തീനിലെ 10,000-കണക്കിന് മനുഷ്യരെ വംശഹത്യ ചെയ്ത ഇസ്രായേലിനെ ചേർത്തുപിടിക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ പോലെ ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടിയന്തരമായി വെനിസ്വേലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അമേരിക്കൻ പട്ടാളം തയ്യാറാകണം. അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ. അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനിസ്വേല, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് ക്യൂബ. അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. മിസ്റ്റർ ട്രംപ്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എവിടെയാ? പ്രിയപ്പെട്ട UN ജനറൽ സെക്രട്ടറിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, UNOയിൽ അതിശക്തമായ നിലപാട് അമേരിക്കക്കെതിരെ സ്വീകരിക്കണം. UN ഒന്നുകൊണ്ടും പുറകോട്ട് പോകേണ്ടതില്ല. മാനവരാശി, ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളിലെയും മനുഷ്യത്വമുള്ള മനുഷ്യർ, അമേരിക്കയിലെ തന്നെ മനുഷ്യർ, നല്ലവരായ മനുഷ്യർ ട്രംപിനെതിരാണ്. ഒന്ന് നുള്ളി നോവിച്ചുകൊണ്ട്, ഒന്ന് വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുന്ന ഈ ട്രംപ് വിചാരണ ചെയ്യപ്പെടണം. അർഹമായ ശിക്ഷ ട്രംപിന് കിട്ടിയേ മതിയാകൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.